ഹിരോഷിമ ബോംബിനേക്കാൾ 1000 മടങ്ങ് ശക്തിയേറിയ ഒരു സ്ഫോടനം ആലോചിച്ചു നോക്കൂ. എന്നാൽ ഇങ്ങനെ ഒരു സ്ഫോടനം 80 ദശലക്ഷം മരങ്ങൾ നിരപ്പാക്കി, എന്നാൽ ഒരു ഗർത്തവും അവശേഷിപ്പിച്ചില്ല. ഇതാണ് തുംഗസ്ക സംഭവത്തിന്റെ കഥ. ജൂൺ 30, 1908 സൈബീരിയയ്ക്ക് മുകളിൽ ഒരു വൻ സ്ഫോടനം ഉണ്ടായി. അന്തരീക്ഷത്തിൽ ഒരു അഗ്നിഗോളം പോകുന്നത് കണ്ടു. സ്ഫോടനം ഉണ്ടായതിനെ തുടർന്ന് കാതടപ്പിക്കുന്ന ഒരു ശബ്ദം ആളുകൾ കേട്ടു. ഷോക്ക് വേവ് 40 മൈൽ അകലെയുള്ള ആളുകളെ താഴെ വീഴ്ത്തി. 2000 സ്ക്വയർ കിലോമീറ്റർ ഭൂമി പരത്തിക്കളഞ്ഞു. സ്ഫോടനം വളരെ ശക്തമായിരുന്നു. അതിന് ഒരു പ്രധാന നഗരത്തെ നശിപ്പിക്കാൻ കഴിയുമായിരുന്നു. എന്നിരുന്നാലും ഒരു ഇമ്പാക്ട് ഗർത്തവും ഉണ്ടായിരുന്നില്ല. എന്താണ് അതിന് കാരണമായത്? 5-10 കിലോമീറ്റർ ഉയരത്തിൽ വായുവിൽ പൊട്ടിത്തെറിച്ച ഏകദേശം 50 മീറ്റർ വീതിയുള്ള ഒരു ഉൽക്കാശിലയോ വാൽനക്ഷത്ര ശകലമോ ആയിരുന്നു ഇതെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. ഈ വായുസ്ഫോടനം 15 മെഗാടൺ TNTക്ക് തുല്യമായ ഊർജ്ജം പുറപ്പെടുവിച്ചു. എന്നാൽ ചിലർക്ക് അഗ്നിപർവ്വത വാതക സ്ഫോടനങ്ങൾ, ബ്ലാക്ക് ഹോൾസ് അല്ലെങ്കിൽ അന്യഗ്രഹജീവികൾ പോലുള്ള വന്യമായ ആശയങ്ങളുണ്ട്. തുംഗുസ്ക സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ബഹിരാകാശം എത്രത്തോളം അപകടമാണെന്ന്. ഇതുപോലൊന്ന് വീണ്ടും സംഭവിക്കുമോ? നമ്മൾ തയ്യാറാണെന്ന് പ്രതീക്ഷിക്കാം.